ബഹളം വെച്ചാൽ ഞാൻ പിന്നെ സംശയിക്കില്ലെന്ന് കരുതിയല്ലേ? ദേ, നിന്റെ നാടകമൊന്നും അരുന്ധതിയിടത്ത് വേണ്ട. നന്ദൻ ഇവിടെയുണ്ട്. ഇവിടെ അവനെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അവനെ എനിക്ക് കിട്ടിയേ പറ്റൂ. ഈ വീട് മുഴുവൻ എനിക്ക് പരിശോധിക്കണം. എന്നാ പരിശോധിക്കടി, കാണട്ടെ നിന്റെ ധൈര്യം. ധൈര്യം ഉണ്ടെങ്കിൽ നീ ആ പടിക്ക് മേലെ കേറ്. കേറടി, കേറാൻ. അമ്മേ, എന്താ ഇവിടെ നടക്കുന്നേ? എന്തിനാ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ബഹളം വെക്കുന്നേ? ബഹുമാനപ്പെട്ട MLA ഇവിടെ ഉണ്ടായിരുന്നോ? മാഡത്തിന്റെ പരിഹാസമൊന്നും എനിക്ക് കേൾക്കണ്ട. ഞാൻ പറഞ്ഞു എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ടെന്ന്. ശരി, മാഡം ഒന്നും വിളിക്കുന്നില്ല. ശ്രീമതി അരുന്ധതി ഞാൻ പറയുന്നൊന്ന് അനുസരിക്കണം പ്ലീസ്. എന്നെ അനുസരിപ്പിക്കാൻ നീ ആരാ? ഞാൻ ഇവിടുത്തെ MLA യാ, ദേവിക. നിയമസഭയിലും പുറത്തുമൊക്കെ പ്രതിപക്ഷ സമരങ്ങളെ നേരിടാനും അവരെ അനുസരിപ്പിക്കാനും ഒക്കെ കഴിയും. പിന്നെയാണോ ശ്രീമതി അരുന്ധതി? നന്ദു എവിടെയാന്ന് അറിയില്ല എന്ന് അമ്മ പറഞ്ഞത് സത്യമാ. അമ്മയുടെ വേദന നിങ്ങൾക്കറിയില്ല, പക്ഷേ ഞാനത് കാണുന്നുണ്ട്. അതുകൊണ്ട് ഇനി ഇതുപോലെ അമ്മയെ ആക്ഷേപിക്കാൻ തുടങ്ങിയ ഞാനത് കേട്ട് നിൽക്കില്ല. അമ്മായിയമ്മയുടെ മരുമകൾക്ക് പെട്ടെന്നങ്ങ് സ്നേഹം വന്നല്ലോ. ഞങ്ങൾ അമ്മായിയമ്മയും മരുമോളും അല്ല, എന്റെ അമ്മയായത്. അമ്മേ, ഇവിടെ ഒരു തർക്കത്തിന് ബഹളത്തിനൊന്നും നിൽക്കണ്ട. മടിയിൽ കനമുള്ളവനല്ലേ വഴിയിൽ പേടിക്കേണ്ട കാര്യമുള്ളൂ. എന്ത് മനസ്സിൽ കണ്ടിട്ടാ ഇവരിങ്ങോട്ട് വന്നെന്ന് അറിയില്ല. യഥാർത്ഥ രഹസ്യങ്ങൾ മറച്ച് പുറത്ത് അഭിനയിക്കുന്നതും ആവാം. അവരുടെ സംശയം തീരട്ടെ. ഒക്കെ പോട്ടെ, അമ്മയെപ്പോലൊരു അമ്മയല്ലേ ഈ വീട് പരിശോധിച്ചോട്ടെ. കീഴടങ്ങുന്നതല്ല, ഔദാര്യമാ. പരിശോധിക്കട്ടെ അമ്മ. ചെന്ന് എവിടെയാന്ന് വെച്ചാ നോക്ക്. ഇവിടെ ചെക്ക് ചെയ്ത ആ ആളിനെ കിട്ടിയില്ലെങ്കിൽ ആ പേരും പറഞ്ഞ് ഇനിയും ഇങ്ങോട്ട് വന്നേക്കരുത്. എന്തായി മാഡം, നന്ദുവിനെ ഇവിടെ എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? ഇനി താഴെ 2 റൂമുണ്ട്, പിന്നെ കിച്ചണുണ്ട്, ബാത്റൂമുകളും ഉണ്ട്. എല്ലായിടത്തും തിരയാം. ഇനി MLA ഓഫീസ് പരിശോധിക്കണോ? അവിടെയും പോവാം. ഞാനും ഇറങ്ങാം. ദേവികേ. ദേവികയോ? അങ്ങനെയല്ലല്ലോ കുറച്ചു നേരത്തെ എന്നെ വിളിച്ചത്.
MLA മേഡം ഒന്ന് പരിഹസിച്ചല്ലേ വിളിച്ചത്? എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുവാ ഞാൻ. നേരത്തെ ദേഷ്യപ്പെട്ടതൊക്കെ ഒന്ന് മറന്നേക്ക്. പറ, നന്ദനെ പ്രഭാവതി എങ്ങോട്ടേക്കാ മാറ്റിയേ? അതോ ഒക്കെ നീയും കൂടി അറിഞ്ഞിട്ടാണോ? നിങ്ങൾ എനിക്കെതിരെ നീക്കങ്ങൾ നടത്തുമല്ലേ? ഓരോ വാർത്തകൾ കേൾക്കുമ്പോ എനിക്ക് പേടിയാവുന്നു. മാഡം, മാഡം ഒന്ന് വിളിക്കുന്നതിൽ ഇനി എതിർപ്പൊന്നും കാണില്ലല്ലോ. നന്ദുവിനെ ഞങ്ങളും അന്വേഷിക്കുക. നന്ദുവിനെതിരെ എവിടേക്കോ ചില ഗൂഢാലോചനകൾ നടക്കുന്നു. എന്റെ മാനസികാവസ്ഥ ഞാൻ പറയാം. ഋഷിയെ അപായപ്പെടുത്തിയതിന് നന്ദു ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം. നന്ദുവിനെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടതേ മാഡത്തിന്റെ മാത്രം ആവശ്യമല്ല. നീതിബോധമുള്ള എല്ലാവരും അത് ആഗ്രഹിക്കുന്നുണ്ട്. നന്ദനെ മാറ്റി നിർത്തി എനിക്കെതിരെ നീങ്ങാൻ ഉദ്ദേശമുണ്ടോ? മാഡം എന്താ അർത്ഥമാക്കുന്നത്? ഋഷിയെ കൊന്നത് നന്ദു ആണെന്ന് മാഡം വിശ്വസിക്കുന്നില്ലേ? അതെ. അപ്പൊ പിന്നെ നന്ദു ശിക്ഷിക്കപ്പെടട്ടെ. അതെങ്ങനെ മാഡത്തിനെതിരെയുള്ള നീക്കമാവും? എന്താ മാഡം, പ്രശ്നം എന്തെങ്കിലും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. സത്യം പറഞ്ഞ ഋഷിയുടെ കാര്യം ഓർക്കുമ്പോ എനിക്ക് വിഷമമുണ്ട്. പാവം, അവനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ഞാനും കൂടി ചേർന്നിട്ടല്ലേ. എന്നിട്ട് അവസാനം വേണ്ട, ഒന്നും പറയണ്ട. അവരുടെ സംശയം തീർന്നു കിട്ടിയല്ലോ. ഇവിടെ ഇവിടെ ആന്റി ആയിരുന്നോ? എന്താ ഒറ്റയ്ക്ക് വന്നേ? ഗൗരിയേച്ചും കൂടി കൂട്ടായിരുന്നില്ലേ? പിന്നെ കുടുംബക്കാരൊക്കെ പെറുക്കിയെടുത്തോണ്ട് വരാൻ ഇതെന്റെ ബന്ധുക്കാരുടെ വീടാണല്ലോ. അയ്യോ, ചൂടിലാണല്ലോ. പിന്നെന്താ വന്നേ? MLA കാണാനാ? MLA യോ? ഏത് MLA? ഇവിടുത്തെ MLA ചന്ദ്രോത്ത് നന്ദമോന്റെ ഭാര്യ. എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ചന്ദ്രോത്ത് പറഞ്ഞോളാം. ഒരു MLA വീട്, സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ പോലും ഒരു ഉത്തരവാദിത്തമില്ലാത്തൊരു MLA. ഇതൊരു നടക്ക് പോവില്ലല്ലോ. എന്താടി? അല്ല, ആന്റിക്ക് വീട് മാറിപ്പോയതാണോ? ഇവിടേക്ക് തന്നെ വന്നതാണോ? അതേടി, നിന്റെ അച്ഛനെ കാണാൻ വന്നതാ, മാധവേട്ടനെ. എന്നാ ചെല്ല്, അകത്തുണ്ട്. കല്യാണം മുടക്കിയോളാ, ഞാനൊന്നും പറയുന്നില്ല. ഇവര് നിന്റെ വായിന്ന് എന്തെങ്കിലും കേട്ടിട്ടേ പോവൂ. മാധവേട്ടാ. രാധികേ, ഇതാ ഭാർഗവി വന്നിരിക്കുന്നു. ഭാർഗവി, മാധവേട്ടനെ കാണണമെന്ന് വിചാരിച്ചിട്ട് ദിവസം കുറെയായി. അലക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോയാ മതി എന്ന് പറഞ്ഞ പോലെ എന്റെ കാര്യം. വീട്ടുജോലിയൊക്കെ ഒന്ന് തീർന്നിട്ട് വേണ്ടേ പുറത്തേക്ക് ഇറങ്ങാൻ. ഭാർഗവി ഇരിക്കേ. അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നില്ല. എല്ലാം ഭേദമായി കാണുന്നറിയാം. തലയ്ക്ക് ചെറിയൊരു വേദനയുണ്ട് ഭാർഗവി. പൂർണ്ണമായി മാറാൻ 2-3 ആഴ്ച കഴിയുന്ന ഡോക്ടർ പറഞ്ഞു.
നന്നായിട്ട് വിശ്രമിക്കും മാധവേട്ടാ, വേദനയൊക്കെ മാറും. ശരീരത്തിന്റെ വേദന മാറുമായിരിക്കും, മനസ്സിന്റെ വേദനയോ ഭാർഗവി? നന്ദനെ കുറിച്ചൊരു വിവരമില്ലല്ലോ. അതിന്റെ ഒരു ആധി ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അല്ല, ദേവിക്ക് എന്താ ഇങ്ങനെ മന്ദിച്ച് നിൽക്കുന്നേ? MLA അല്ലേ? അവളുടെ ഭർത്താവിനെ കാണാതായ അടുത്ത നിമിഷം പോലീസ് കണ്ടുപിടിക്കേണ്ടതല്ലേ? അല്ല, ദേവിക്ക് നന്ദനെ കണ്ടുപിടിക്കണമെന്നില്ലേ? അതോ പഴയ വാശിയും വൈരാഗ്യം തീർക്കാൻ ഒരു അവസരം കിട്ടിയെന്നാണോ? ആന്റി എന്താ അങ്ങനെ പറയുന്നേ? ഞാൻ പറയുന്നല്ല മോളെ, നാട്ടുകാര് പറയണതാ. പ്രഭകുഞ്ഞിന് നല്ല വിഷമമുണ്ട്. ഭർത്താവിനെ കാണാതായ ഒരു ഭാര്യ ഈ അവസ്ഥയിലായിരിക്കോ? ഒരു തണുപ്പം മട്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, മാധവേട്ടനെ കാണുന്നില്ലെന്ന് വെക്ക്, രാധിക എങ്ങനെയായിരിക്കും? ദുഃഖപ്പായ വിരിച്ച് കിടക്കില്ല ചെയ്യാ. ആന്റി, ഒന്നാമത് ഇവിടെ എല്ലാരും വിഷമിച്ചിരിക്കുക. ആന്റി ഓരോന്ന് പറഞ്ഞു ബുദ്ധിമുട്ട് കൂട്ടരുതേ. അയ്യോ എന്റെ മോളെ, നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല. നിന്നോടൊന്നും ആർക്കും ഒന്നും പറഞ്ഞ് ജയിക്കാനും പറ്റില്ല, അത്രയ്ക്കല്ലേ നാവാട്ടം. ഒരു പയ്യനെ കണ്ട് ഇഷ്ടപ്പെട്ട് മറ്റന്നാ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ട് നിന്ന നിപ്പില് കാലുമാറിയ ആളല്ലേ. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. അയ്യോ ഞാനില്ല എന്റെ പൊന്നെ. പയ്യനെ പെണ്ണ് കാണിക്കാൻ കൊണ്ടുവരുന്നതിന് മുന്നേ പെണ്ണിന്റെ ഇഷ്ടം കൂടി ചോദിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടന്നിരിക്കും. പിന്നീട് ഇങ്ങനെ ഏഷണിയും കുറ്റവും പറഞ്ഞു നടന്നിട്ട് ഒരു കാര്യമില്ല. ചിലർക്കൊക്കെ അതായിരിക്കുമല്ലോ വലിയ താല്പര്യം. ശാരി, നീ ഒന്നും മിണ്ടാതിരിക്കേ. ആന്റിയുടെ ബന്ധുവായിരിക്കും പയ്യൻ, എന്റെ വീട്ടുകാർക്കും ഇഷ്ടമായിരിക്കും. പക്ഷേ ആദ്യം എനിക്ക് ഇഷ്ടമാവണം. കടപ്പാട് നോക്കി കഴുത്ത് വെച്ചു കൊടുക്കാനൊന്നും വയ്യ ആന്റി. ആ കാലമൊക്കെ പണ്ടായിരുന്നു. ശാരി, മര്യാദയ്ക്ക് സംസാരിക്കേ. വളരെ കാലം കൂടി വീട്ടിൽ വന്നതാ ഭാർഗവി. നിന്റെ വിപ്ലവമൊക്കെ ഞങ്ങളോടയക്കോ. ആളും തരവും കൊണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിലേ അടി വാങ്ങും. അയ്യോ രാധികയെ തല്ലരുത്, കൈതാക്ക്. തല്ലിയാലേ അമ്മയെന്ന അച്ഛനൊന്നും നോക്കില്ല. ഇപ്പോഴത്തെ പിള്ളേര് തിരിച്ചു തല്ലും. ഓ, ആന്റി പറയുന്നത് ഒന്നാം തരം തല്ലിയൊളുത്തരം ആണെങ്കിലും ഞാൻ പ്രായത്തെ ബഹുമാനിക്കുന്ന ആളാ, അതുകൊണ്ട് കുഴപ്പമില്ല. ശാരിക പറയുന്നതനുസരിക്ക്. അച്ഛാ, ഇങ്ങനെയൊക്കെ പറയുന്ന കേട്ടാ എങ്ങനെ പ്രതികരിക്കാതിരിക്കും? ആരായാലും പ്രതികരിച്ചു പോവും. ചേച്ചിയെ കുറ്റം പറയുന്നു, എന്നെ കുറ്റം പറയുന്നു. നമ്മളെയൊക്കെ അല്ലേ ഈ കുറ്റം പറയുന്നേ? ഇതൊക്കെ ശരിയാണോ? നന്ദേട്ടൻ പോയതിൽ ചേച്ചിക്ക് ദുഃഖമുണ്ടോ ഇല്ലയോ എന്ന് ചേച്ചിക്കല്ലേ അറിയൂ. അത് ചേച്ചിയുടെ കാര്യല്ലേ. ഇനി അഥവാ ദുഃഖം ഇല്ലാന്ന് തന്നെ ഇരിക്കട്ടെ, അതിന് നാട്ടുകാർക്ക് ഇപ്പൊ എന്താ? ആന്റി പറഞ്ഞതുപോലെ ദുഃഖപ്പായി വിരിച്ച് കിടക്കാനൊന്നും എന്റെ ചേച്ചിയെ കിട്ടില്ല. അങ്ങനെ ആരും സ്വപ്നം കാണുകയും വേണ്ട. ആന്റി അച്ഛന്റെ അസുഖം അന്വേഷിച്ചു വന്നതല്ല, അസുഖം ഉണ്ടാക്കാൻ വന്നതാ. അതിനായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. രാധികേ, വേണ്ട രാധികേ. കൊലപാതകത്തിനൊന്ന് സാക്ഷി പറയാൻ എനിക്ക് വയ്യ. പ്രായം ബഹുമാനിച്ച് ഞാനൊന്നും പറയുന്നില്ല, പിന്നെ പറഞ്ഞു വെക്കാൻ സമയവും ഇല്ല. അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തുന്നു. അമ്മേ, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. അച്ഛാ, പോയിട്ട് വരാം. എവിടെയാണ് പോക്കെന്നൊക്കെ എനിക്കറിയാം. എവിടെ ആന്റി ഞാൻ പോകുന്നേ? എനിക്കറിയാം എവിടെയാ പോണെന്ന്. ഞാനൊന്നും പറയുന്നില്ലേ. ആന്റിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ പറയാം. ഞാൻ എന്റെ ബോയ് ഫ്രണ്ടിനെ കാണാൻ പോവാ. തീർന്നില്ലേ? ചിലപ്പോ ഞങ്ങളൊന്ന് കറങ്ങിയിട്ടൊക്കെ വരത്തുള്ളൂ. വേണമെങ്കിൽ ഒരു ഫിലിമിനും പോവും. ഇതാ നിങ്ങളുടെ ഒക്കെ കുഴപ്പം. ഒരു മര്യാദയും ബഹുമാനവും ഒക്കെ കാണിച്ചു പോവാന്ന് വെച്ചാ നിങ്ങൾ തന്നെ തുറന്നു പറയിപ്പിക്കും. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇനി ഇത് വെച്ച് ഭീഷണിപ്പെടുത്താൻ പറ്റില്ലല്ലോ. ഇന്നത്തെ പെൺകുട്ടികൾക്ക് ആദ്യം വേണ്ടതേ കല്യാണം, വീടും, കാറും ഒന്നുമല്ല, സ്വാതന്ത്ര്യ. അതെ, നിങ്ങളുടെ തലമുറയ്ക്ക് കിട്ടാത്തത് ഞങ്ങൾക്ക് കിട്ടുമ്പോ കൂടെ നിൽക്കുക വേണ്ടത്, അസൂയപ്പെടുകയല്ല.
ഭാർഗവി ക്ഷമിക്കണം. അവളുടെ സ്വഭാവം ഇങ്ങനെയായിപ്പോയി. രാധികെ, മക്കള് ചീത്തപ്പേര് കേൾപ്പിക്കാതെ സൂക്ഷിക്കണം. അതേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ നന്ദമോനെ കണ്ടെത്താൻ നേരായ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ ദേവിയോട് പറയണം. പ്രഭക്കുഞ്ഞാകെ വേവലാതി പിടിച്ച് നടക്കുക. ഇന്നലെ വീട്ടിൽ വന്ന് കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. കണ്ടിട്ട് സഹിക്കുന്നില്ല. സ്വന്തം മോനെ പറ്റി ഓർത്ത് ആ അമ്മയ്ക്ക് മാത്രമേ തരണുള്ളൂ. ഇന്ന് വൈകിട്ട് ഞങ്ങളൊരു ആശ്രമത്തിൽ പോകുന്നുണ്ട്. കൂടെ ഒരു ജോത്സ്യനെയും കൂടെ കാണണം. നന്ദൻമോന്റെ വിവരം അറിയാതെ ഇവിടെ ഞങ്ങൾ എല്ലാവരും വലിയ വിഷമത്തിലാണ് ഭാർഗവി. വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? ചെയ്യേണ്ടതൊക്കെ ചെയ്യണം. ഞങ്ങളും പറയാറുണ്ട് ദേവികയോട് ഉടനെ എന്തെങ്കിലും ചെയ്യണമെന്ന്. അവൾക്കും ഒരു പരിധിയില്ലേ? അതെ, എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഇനി കേസും കൂട്ടുമൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി ആ സിദ്ധാർത്ഥൻ സാറ് നന്ദനെ നാടുകടത്തിയാവോ? ഇല്ലടാ, മറ്റെന്തോ കുരുക്കിതിന്റെ പിന്നിലുണ്ട്. നന്ദൻ കൊലയാളിയാണെന്ന് ചന്ദ്രോത്തുകാരോട് തുറന്നു പറഞ്ഞപ്പോ മുതൽ നമ്മളുമായിട്ടുള്ള കണക്ഷൻ വിട്ടതാവൻ. ഒരു പക്ഷേ ആ ദേവിക ഇതിനിടയിൽ എന്തെങ്കിലും പ്ലേ നടത്തുന്നുണ്ടോന്നോ എന്റെ സംശയം. എന്തായാലും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാവരും പെടും. ഒരു കള്ളക്കഥയുണ്ടാക്കി നന്ദനെ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു കേസല്ലേ നമ്മുടെ പേരിൽ വരാൻ പോകുന്നുള്ളൂ. പക്ഷേ അവന്റെ ജീവന് തന്നെ എന്തെങ്കിലും ഭീഷണി ഉണ്ടാവുമെന്നാ എന്റെ പേടി. അരുന്ധതി മാഡത്തെ മുൻനിർത്തി നമ്മൾ നടത്തിയ നീക്കം വിജയിച്ചു. ആ സ്ത്രീ നന്നായി പെർഫോം ചെയ്യുകയും ചെയ്തു. അതൊക്കെ ഓക്കെ. പക്ഷെ നന്ദൻ എവിടെ? ആ ചോദ്യത്തിന് ഉത്തരം കണ്ടുപിടിക്കണം. അങ്ങോട്ട് കടന്നാലോചിക്കുമ്പോൾ ടെൻഷൻ കൂടുക. ഒരു മിനിറ്റ്. ഹലോ, ശരി. കെവിനേട്ടൻ എവിടെയാ? ഞാൻ കുറച്ച് ദൂരെയാ. എന്താ ശരി? എനിക്ക് കെവിനേട്ടനെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. എന്താ അത്യാവശ്യം? അത് നേരിട്ട് കാണുമ്പോ പറയാം. ഞാൻ എന്താ അത്ര തിരക്കിലാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്. ഇനി നന്ദന്റെ കാര്യം എന്തെങ്കിലും പറയാനാണോ? കെവിനേട്ടാ, എനിക്കെന്റെ ശാരി കഴിഞ്ഞിട്ടല്ലേ മറ്റെന്തോ ഉള്ളൂ. ഞാനിപ്പോ തന്നെ വരാം. ഞാൻ എവിടെയാ വരേണ്ടേ? കെവിനേട്ടൻ ടൗണിലുണ്ടോ? ശാരിക നിൽക്കുന്ന സ്ഥലത്തെ ലൊക്കേഷൻ എനിക്ക് ഷെയർ ചെയ്താൽ മതി. ഞാനുടനെ എത്താം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അരമണിക്കൂറിൽ എത്തുമല്ലോ അല്ലേ? എത്താം. ആ ശരി എന്നാ. ബെല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോകണം. എന്താ പെട്ടെന്നൊരു എമർജൻസി? അല്ല, ഒരു ഫ്രണ്ടിനെ കാണണം. ഏത് ഫ്രണ്ട്? അതൊക്കെ പറയാം. ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാം. എന്നാ ഞാൻ കോഫി ഷോപ്പിൽ കാണും. നീ കണ്ടിട്ട് വാ. ശരി. എന്താ സാർ അപ്രതീക്ഷിതമായൊരു വരവ്? കംപ്ലൈന്റ് എന്തെങ്കിലും? ഉണ്ട്, ഒരു കംപ്ലൈന്റ് ഉണ്ട്. എന്താണ് സാർ? താങ്കൾക്കെതിരെ തന്നെയാണ്. അതെന്താ സാർ അങ്ങനെ പറയുന്നത്? അല്ല, ഒരു പരാതി കിട്ടിയിട്ട് അതിനെതിരെ നടപടിയൊന്നും ആയില്ലെന്നറിഞ്ഞു. നമ്മുടെ MLA ദേവികയുടെ ഹസ്ബൻഡിന്റെ മിസ്സിംഗ് കേസ്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് സാർ. ഞാനൊരു തമാശ പറഞ്ഞ. എനിക്കറിയാം താങ്കളത് വേണ്ടുന്ന രീതിയിൽ കൈകാര്യം ചെയ്യുന്നുള്ളത്.
ഇങ്ങനെ പരീക്ഷിക്കാൻ വന്നതാണോ? DVSP എന്താ ആലോചിക്കുന്നത്? അല്ല, ജഡ്ജിയാണെങ്കിലും സാർ ഒരു നല്ല അന്വേഷണ ഉദ്യോഗസ്ഥനാണെന്ന് കേട്ടിട്ടുണ്ട്. പോലീസിന് കണ്ടെത്താൻ കഴിയാത്ത പല ഉത്തരങ്ങളും സാറിന് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്കറിയാം. ഇവിടെ ഇപ്പോൾ താങ്കളെ പോലെ ഒരു മികച്ച ഓഫീസർ ഉള്ളപ്പോൾ ഞാൻ അന്വേഷണത്തിനിറങ്ങുന്നത് മോശമല്ലേ? എന്തായാലും DVSP എത്രയും വേഗം നന്ദനെ കണ്ടെത്തി തരണം. ഇതെന്തോ നാടകമായിട്ട് വന്നിരിക്കുകയാണല്ലോ. എന്താ സാർ? ഷോ സർ, ഞാൻ എത്രയും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകും. നന്ദന്റെ ജീവന് എന്തെങ്കിലും ആപത്തുണ്ടായി കാണുമോ സാർ? ഇല്ല സർ, അത് നമുക്ക് അന്വേഷിക്കാം, കണ്ടെത്താം. അത് കേട്ടാൽ മതി. എന്നാ ശരി. ശരി. രജനി, നിന്നെ. അതെ, അകത്തിയൊന്നും ബഹളം വെക്കരുത്. സമാധാനത്തോടെ വേണം സംസാരിക്കാൻ. ഞാൻ ഇവിടുത്തെ ആളാ. എന്ത് പറയണം, എങ്ങനെ പറയണമെന്നൊക്കെ എനിക്കറിയാം. അച്ഛാ,